റിഫ്രഷ് ചെയ്യുന്ന പോലെ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. സെക്കൻഡ് മോഡ്യൂളിൽ വരുന്ന എക്സാമിന് മുന്നേ കഴിയുന്നത്ര യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് സോൾവ് ചെയ്ത് നോക്കണം. ഒരുവിധമൊക്കെ ക്ലാസ് ഒരുവിധം പ്രോബ്ലംസ് യൂണിവേഴ്സിറ്റിയിൽ വന്ന പ്രോബ്ലംസ് ഒരുവിധമൊക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാലും നിങ്ങളായിട്ട് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കണേ. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നില്ലേ ഞാൻ അയച്ചു തരാം. കഴിയുന്നത്ര ഒന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടൊന്ന് നോക്കുക. തിയറിയും അതായത് ഒന്ന് കിട്ടുന്നുണ്ടോ, അതിൽ പറയുന്ന രീതിക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ഒരു ആൻസേഴ്സ് ഒക്കെ വരുന്നുണ്ടോ എന്നുള്ളത്. തിയറി പറ്റുമെങ്കിൽ ഒന്ന് എഴുതി നോക്കുക. തിയറി ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതി നോക്കുക, നല്ലതാണ്. സോ സെക്കൻഡ് മോഡ്യൂൾ നമ്മൾ ബേസിക്കലി ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ എന്ത് ചെയ്തു, ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഡയറക്ട്ലി കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, റൈറ്റ്. സെക്കൻഡ് മോഡ്യൂളിൽ വരുമ്പോൾ നമ്മൾ സർട്ടൻ അസംഷൻ എടുത്തിട്ട് 4 ടൈപ്പ് ഓഫ് സിമ്പിൾ ഫ്ലോ പറഞ്ഞു. ഇനീഷ്യലി നമ്മൾ സിമ്പിൾ ഫ്ലോ എന്താണ് ഡിസൈൻ ചെയ്തു, റൈറ്റ്. ബേസിക് അസംഷൻസ് എടുത്ത് ലൈക്ക് സ്റ്റഡി ഫ്ലോ അപ്രോക്സിമേഷൻ, 1 ഡയമെൻഷണൽ പെർഫെക്റ്റ് ഗ്യാസ് അസംഷൻസ് എടുത്തിട്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിമ്പിൾ ഫ്ലോസ് പറഞ്ഞു. അതിൽ തന്നെ വേരിയസ് കണ്ടീഷൻസ് വെച്ചിട്ട് പൊട്ടൻഷ്യൽ ഫാക്ടർ ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽസ് വെച്ച് 4 ടൈപ്പ് ഓഫ് ഫ്ലോ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വൺ ബേസ്ഡ് ഓൺ ഏരിയ ചേഞ്ചിങ്, ലൈക്ക് ഗ്രാജുവലി ഏരിയ ചേഞ്ചിങ് ബേസ് ആയിട്ട് ഐസെൻട്രോപിക് ഫ്ലോ പറഞ്ഞു. ദെൻ ഫ്രിക്ഷൻ ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ ആയിട്ട് വരുന്ന ഫാനോ ഫ്ലോ, ഹീറ്റ് അഡിഷൻ ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ ആയിട്ട് വരുന്ന റെയ്ലി ഫ്ലോ, ദെൻ ഫ്ലോ വിത്ത് മാസ് അഡിഷൻ. ഓക്കെ, ഇതിൽ ആദ്യം പറഞ്ഞ 3 നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാണ്ട് ഓരോ മൊഡ്യൂളിലായിട്ട് മാസ് അഡിഷൻ നമ്മൾ അങ്ങനെ നോക്കുന്നില്ല. ഓക്കെ, ഈ സെക്കൻഡ് മൊഡ്യൂളിൽ ബേസിക്കലി വരുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഐസെൻട്രോപിക് ഫ്ലോ ആണ്. ഐസെൻട്രോപിക് ഫ്ലോ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒന്ന് ഏരിയ ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഗവേണിംഗ് ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ ബേസിക് ആയിട്ട് എല്ലാത്തിലും ഏകദേശം സിമിലർ പാറ്റേണിലാണ്. ബേസ്ഡ് ഓൺ കണ്ടിന്യൂറ്റി ഇക്വേഷൻ, മാസ് ഇക്വേഷൻ, എനർജി ബാലൻസ്, അതിനെ ബേസ് ചെയ്തിട്ട് മാസ് ബാലൻസ്, മൊമെന്റം ബാലൻസ്, എനർജി ബാലൻസ് ചെയ്തിട്ട് ബേസിക് ആയിട്ട് ഗവേണിംഗ് ഇക്വേഷൻസ് ആണ്. അത് എല്ലാ മൊഡ്യൂൾസിലും ഓൾമോസ്റ്റ് സിമിലർ പാറ്റേൺസിലാണ്. ഓക്കെ, ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാറില്ല. അധികം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക, അതിനകത്ത് എങ്ങനെ ഗവേണിംഗ് ഇക്വേഷൻസ് അതിനെ കണക്ട് ചെയ്തിട്ടാണ് ബാക്കിയൊക്കെ വരുന്നത്. അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യം എന്തൊക്കെയാണ്, ബേസിക് ആയിട്ട് എങ്ങനെ വരുന്നത്, ഗ്രാജുവൽ ഏരിയ ചേഞ്ചിൽ പാരാമീറ്റേഴ്സ് എങ്ങനെ വേരി ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബേസിക് ആയിട്ട് ഐഡിയ. കണ്ടിന്യൂറ്റി ഇക്വേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ മൊമെന്റ് ഇക്വേഷൻ, അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് മൊമെന്റ്, കൺസർവേഷൻ ഓഫ് എനർജി ബേസ് ചെയ്തു, റൈറ്റ്. ഓൾമോസ്റ്റ് എല്ലാ മോഡ്യൂൾസും സിമിലർ ആണ്. ചില മോഡ്യൂൾസ് ചില കണ്ടീഷൻസ് അനുസരിച്ച് ചിലതിൽ വേരിയേഷൻ ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയോട്ടെ. ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിൽ വരുന്ന ഒന്ന് എഫക്ട് ഓഫ് ഏരിയ വേരിയേഷൻ. ഏരിയ വേരിയേഷന്റെ ഡെറിവേഷൻ, അതായത് dp by d0 plus da by a plus dp by b equal to 0. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള da by a ന്റെ വേരിയേഷൻ, da by a ഉം dp by d0 വെലോസിറ്റി അനുസരിച്ചുള്ള വേരിയേഷൻ. അല്ലെങ്കിൽ അതിന് 3 ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വെലോസിറ്റി da by a is equal to m square minus 1 into dv by v, അല്ലെങ്കിൽ da by a is equal to 1 minus m square by m square into d rho by rho. ഈ 3 ഡെറിവേഷൻ. ഓക്കെ, ചേഞ്ച് ഇൻ പ്രഷർ ആയിട്ട് വേരിയേഷൻ, ഏരിയ വേരിയേഷൻ, പ്രഷർ, ഡെൻസിറ്റി, വെലോസിറ്റി. ഓക്കെ, ഇത് മാക് നമ്പർ ആയിട്ടുള്ള ഈ ഡെറിവേഷൻസ് ഇത് ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഡെറിവേഷൻ ഒന്ന് എഴുതി നോക്കുക തന്നെ വേണം, ക്ലിയർ ആയിട്ട് ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ജസ്റ്റ് ഇതിന്റെ ഡീറ്റെയിൽസ്, നോസിലിന്റെ വേരിയേഷൻ എങ്ങനെയാണ് വരുന്നത്, അങ്ങനെ തിയറി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഇതിലൊന്നും വരാറില്ല, അല്ലെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള റേഞ്ചിലേ വരാറുള്ളത് കൂടുതലായിട്ടും. എന്താണ്, എങ്ങനെയാണ് ഷേപ്പ് ഓഫ് നോസിൽ, എങ്ങനെയാണ് ഡിഫ്യൂസർ, എങ്ങനെയാണ് അതിൽ സബ്സോണിക് എന്താ, സൂപ്പർസോണിക് എന്താ, ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക, കാര്യം മനസ്സിലാക്കി വെക്കാനാണ്. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ കണ്ടില്ലേ, വന്നുകൂടാന്നുള്ളൊരു ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. ഓരോന്നിലുള്ള വേരിയേഷൻ ഡിഫറെന്റ് ആണ്, അല്ലെ. നമ്മൾ നോസിൽ എപ്പോഴാണ് ഏരിയ വേരിയേഷൻ അനുസരിച്ചിട്ട് വെലോസിറ്റി വേരിയേഷൻ എന്ത് സംഭവിക്കുന്നു. ഒരു സബ്സോണിക്കിന്റെ കേസിൽ നെറ്റ് ഫ്ലോയിൽ സബ്സോണിക് ആണെങ്കിൽ എക്സിറ്റ് കണ്ടീഷനിൽ എന്ത് വരും, അത് കൺവേർജന്റ് നോസിലുണ്ട്, ഡൈവേർജന്റ് നോസിലുണ്ട്, റൈറ്റ്. കൺവേർജന്റ് നോസിലുണ്ട്, ഡൈവേർജന്റ് നോസിലുണ്ട്, രണ്ടിലും രണ്ടാണ്. കൺവേർജന്റിൽ ഇൻലെറ്റിൽ സബ്സോണിക് വന്നാൽ എന്ത് സംഭവിക്കും, ഇൻലെറ്റിൽ സൂപ്പർസോണിക് വന്നാൽ എന്ത് സംഭവിക്കും. അതുപോലെ ഡൈവേർജന്റിൽ ഇൻലെറ്റിൽ സബ്സോണിക് വന്നാൽ ഫോർമുല ആപ്പൺ, ഓർ സൂപ്പർസോണിക് വന്നാൽ എന്ത് കണ്ടീഷനിലേക്ക് ചേഞ്ച് ആവും. ഈ ഒരു കണ്ടീഷൻസ് ഒന്ന് നോക്കി വെക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ ആദ്യം പറഞ്ഞ ഇക്വേഷനെ ബേസ് ചെയ്ത ഈ ഇക്വേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് അതും പറയുന്നത്.
ഓക്കെ, ഇനീഷ്യലി ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞാൽ ഡെറിവേഷനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് പറയുന്നത്, അതിനുശേഷം ഷേപ്പ് ഓഫ് നോസിൽ വരുന്നത് കൺവേർജിംഗ് ആണോ, അതായത് ഏരിയ ചേഞ്ചിനനുസരിച്ചിട്ട് കൺവേർജിംഗ് ആണോ ഡൈവേർജിംഗ് ആണോ എന്നൊക്കെ പറയുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. ഓക്കെ, ആ നോടിച്ചു വിട്ട് എങ്ങനെ അതിന്റെ ഒരു ഐഡിയ, ഒരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി വെക്കാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും വരാറില്ല. ചില സമയങ്ങളിൽ ഡിഫൈനിങ് ആയിട്ടുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ്, അല്ലെ കൺവേർജിങ് എങ്ങനെയാണ്, കൺവേർജിംഗിന്റെ ഏരിയ വേരിയേഷൻ എങ്ങനെയാണ്, അത് റിലേറ്റഡ് ആയിട്ട് ഒന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ എന്താ ചെറിയ ക്വസ്റ്റ്യൻ വന്നാലേ ഓക്കെ, സബ്സോണിക്കിൽ എന്താ സംഭവിക്കണേ, സൂപ്പർസോണിക് വന്നാൽ എന്താ സംഭവിക്കണേ എന്നല്ലേ. ഓക്കെ, കൺവേർജിങ് ഡൈവേർജിംഗ് നോസിൽ കമ്പൈൻഡ് ആക്കിയിട്ട് വരിക. സോ ഇതിന്റെ രണ്ട് ഇൻ ബിറ്റ്വീൻ കൺവേർജിംഗ് ഡൈവേർജിംഗ് സെക്ഷനിലെടുക്ക് ഒരു മിനിമം ഏരിയ സെക്ഷൻ ഉണ്ട്, ഒരു ത്രോട്ട് കണ്ടീഷൻ. ആടെയാണ് എന്ത് വരും, നമ്മളെ ത്രോട്ട്ലിംഗ് പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് പല മൊഡ്യൂൾസിലായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതിൽ ഈ മൊഡ്യൂളിൽ എ സ്റ്റാർ കണ്ടീഷൻ സോണിക് കണ്ടീഷനിലേക്ക് വരുന്നത്, എം ഈക്വൽ ടു മാക് നമ്പർ ഈക്വൽ ടു 1 എന്നുള്ള കണ്ടീഷനിലേക്ക് വരുന്നത്, റൈറ്റ്. ആ ഒരു കണ്ടീഷനൊക്കെ ത്രോട്ട്ലിംഗ് കണ്ടീഷനിലാണ് വരിക. ദെൻ സിമിലർ ടു നോസിൽ ഡിഫ്യൂസറിൽ ഇതേപോലെ സബ്സോണിക് വന്നാൽ എന്ത് സംഭവിക്കും, സൂപ്പർസോണിക് വന്നാൽ എന്ത് സംഭവിക്കും, അത് കൺവേർജിംഗിലാണ് കൺവേർജിംഗ് ഡിഫ്യൂസറും ഡൈവേർജിംഗ് ഡിഫ്യൂസറും, റൈറ്റ്. അതിൽ എങ്ങനെയാ വേരിയേഷൻസ് വരുന്നത്, ഈ ഒരു ടേബിൾ വൃത്തിയായിട്ട് നോക്കി വെക്കുക. എങ്ങനെയാ വേരിയേഷൻ വരുന്നത്, ഏരിയക്ക് എന്ത് വേരിയേഷൻ, കൺവേർജിംഗിന്റെ കേസിൽ ഏരിയ എങ്ങനെ വേരി ചെയ്യുന്നു, അത് സബ്സോണിക് വരുമ്പോൾ എങ്ങനെ വരും, സൂപ്പർസോണിക് വരുമ്പോൾ എങ്ങനെ വരും. ഓക്കെ, ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു മിനിമം തിയറി നോളജ് ഉണ്ടായിരിക്കണം അതിനെ പറ്റി. ഓക്കെ, റിലേറ്റഡ് ഇതുവരെ നമ്മൾ എപ്പോഴും പറയുന്ന ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണത്. നമ്മളെ ഐസെൻട്രോപിക് ടേബിൾ വെച്ചിട്ട് പ്രോബ്ലംസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഐസെൻട്രോപിക് ഫ്ലോ ടേബിൾ വെച്ച് ഒരിക്കലും യൂണിവേഴ്സിറ്റിയിൽ വന്ന പ്രോബ്ലം ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നാണ്. എന്നാലും ഒന്ന് നിങ്ങൾ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെക്കുക, ഒന്ന് ചെയ്ത് നോക്കുക, അത് ഇൻക്ലൂഡിങ് തിയറി ആൻഡ് പ്രോബ്ലം. ഓക്കെ, ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണല്ലോ ക്ലാസ്സിൽ ചെയ്ത എല്ലാ പ്രോബ്ലം, ക്ലാസ്സിൽ ഈ മൊഡ്യൂളിൽ നിന്നില്ല എല്ലാ മൊഡ്യൂൾസിലും ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലംസ് കംപ്ലീറ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തു നോക്കണം, റൈറ്റ്. കംപ്ലീറ്റ് ആയിട്ട് ഒറ്റ പ്രോബ്ലം ഒഴിയാതെ എല്ലാ പ്രോബ്ലം ചെയ്തൊന്ന് സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് ഒന്നുകൂടി എഴുതി നോക്കണം. നോക്കി ഇതുപോലെ ആ സ്ലൈഡ് നോക്കി ആ സ്റ്റെപ്പ് നോക്കി ആ D0 ഇട്ട് D ഇട്ട് ഇക്വേഷൻ ഇട്ട് ഓക്കെ, ആ തരത്തിലേക്ക് നോക്കരുത്. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാത്രം നോക്കുക, ക്വസ്റ്റ്യൻ മാത്രം നോക്കിയിട്ട് എഴുതി നോക്കുക ഒരു തവണ, പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അതും ജസ്റ്റ് സ്റ്റെപ്പ് മാത്രം നോക്കരുത്. ഓക്കെ, അല്ലെങ്കിൽ ഇക്വേഷൻ മാത്രം നോക്കി വെക്കരുത്, കംപ്ലീറ്റ് സ്റ്റെപ്പ് എഴുതി നോക്കുക. ഓക്കെ, കാരണം എഴുതി കംപ്ലീറ്റ് പ്രോബ്ലം എഴുതി നോക്കുമ്പോഴേ എവിടെയെങ്കിലും സ്റ്റക്ക് വരുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. അല്ലാതെ നോക്കി നോക്കി വെച്ച് പോകരുത് ഒരിക്കലും. മാത്സിന്റെ പ്രോബ്ലം മാത്തമാറ്റിക്കലി ഇല്ല പ്രോബ്ലംസ് ഒരിക്കലും നോക്കി വെച്ചിട്ട് പോയത് കണ്ടീഷൻ, ജസ്റ്റ് ക്വസ്റ്റ്യൻ വെക്കുക, ക്വസ്റ്റ്യൻ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് പ്രോബ്ലംസ് എഴുതി വെക്കുക. അത് എല്ലാ പ്രോബ്ലം ഡാറ്റാ ബുക്കിൽ വാങ്ങാത്ത ഒരുപാട് പേരുണ്ട്, ഇനിയെങ്കിലും വേണമെങ്കിൽ വാങ്ങുക. എക്സാം എഴുതി പാസ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഓക്കെ, ഐസെൻട്രോപിക് എല്ലാ ഡാറ്റാ ബുക്ക് ഇല്ലാതെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഡാറ്റാ ബുക്ക് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് മാർക്ക് മേടിച്ചിട്ട് പോകാനും പറ്റും. ആ ബോധം ഉണ്ടാക്കുക മനസ്സിൽ. ഓക്കെ, ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന തിയറി ക്വസ്റ്റൻ ആണ് കൺവേർജന്റ് ഡൈവേർജന്റ് നോസിൽ, ഫ്ലോ ത്രൂ കൺവേർജന്റ് ഡൈവേർജന്റ് നോസിൽ ആൻഡ് ഫ്ലോ ത്രൂ കൺവേർജന്റ് നോസിൽ. രണ്ട് ടോപ്പിക്സ്, ഫ്ലോ ത്രൂ കൺവേർജന്റ് ഡൈവേർജന്റ് നോസിലും ഫ്ലോ ത്രൂ കൺവേർജന്റ് നോസിലും. ഈ ഗ്രാഫ് വൃത്തിയായിട്ട് നോക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയേഷൻസ് എങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഈ ഗ്രാഫ് കൃത്യമായിട്ടൊന്ന് നോക്കി വെക്കണേ, ഇതിന്റെ ഓരോന്നിന്റെയും വേരിയേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെക്കുക കൃത്യമായിട്ട്. ജസ്റ്റ് നിങ്ങളവരുടെ സെന്റൻസിൽ ഒന്ന് എഴുതി നോക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഈ ഗ്രാഫൊക്കെ വെച്ചിട്ട് ഈ 1 2 3 ഗ്രാഫ് വെച്ചിട്ട് 3 ഗ്രാഫ് വെച്ചിട്ട് എങ്ങനെ എഴുതി നോക്കും. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടേതായ രീതിയിൽ ഇതിങ്ങനെ നോക്കി വെച്ചിട്ട് പോകരുത്. ഒന്ന് ജസ്റ്റ് ഗ്രാഫ് വെക്കുക, ഇത് ഫ്ലോ ത്രൂ കൺവേർജന്റ് ഡൈവേർജന്റ് നോക്കി വെക്കുക, ഈ ഡയഗ്രാം ഫിഗേഴ്സ് ഇതൊക്കെ വരച്ചിട്ട് ഒന്ന് എഴുതി നോക്കുക സിമ്പിൾ ആയിട്ട്. നിങ്ങളുടേതായ സെന്റൻസിൽ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങളൊന്ന് എഴുതി നോക്കും. ആ എഴുതി നോക്കുമ്പോഴേ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ടുണ്ട്, എത്രത്തോളം ഐഡിയ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. ആ ഐഡിയ വന്നിട്ടുണ്ട് ഓക്കെ, പിന്നെ നിങ്ങൾ നിങ്ങളുടേതായ സെന്റൻസിൽ ആദ്യത്തെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അല്ലാതെ ബൈഹാർട്ട് പഠിച്ചിട്ട് ആദ്യത്തെ എഴുതാന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് പോകരുത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്ലോ ത്രൂ കൺവേർജന്റ് ഡൈവേർജന്റ് നോസിലും ഫ്ലോ ത്രൂ കൺവേർജന്റ് നോസിലും. ഓക്കെ, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് യൂണിവേഴ്സിറ്റിക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ യൂണിവേഴ്സിറ്റിക്ക് വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, ആ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് റിപ്പീറ്റഡ് ചെയ്ത് നോക്കുക, ക്ലാസ് പറഞ്ഞ എല്ലാ പ്രോബ്ലംസും.
ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഓരോ ഡിഫറെന്റ് ടൈപ്സിൽ വേറെ കാറ്റഗറി ആയിട്ടുള്ള ഡിഫറെന്റ് കാറ്റഗറീസിലുള്ള പ്രോബ്ലംസ് ആണ് ക്ലാസ് ചെയ്തത് മുഴുവൻ. ഓക്കെ, ഇതിലുള്ള ഓരോ പാരാമീറ്റേഴ്സും ഇത് പ്രോബ്ലം വരുമ്പോഴേ പ്രോബ്ലം ചെയ്ത് നോക്കിയാൽ അതിന്റെ ഒരു ഐഡിയ ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, ദെൻ കൺവേർജൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലോ ത്രൂ കൺവേർജൻ ഡൈവേർജൻ നോസിലും ഫ്ലോ ത്രൂ കൺവേർജൻ നോസിലും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ ഗ്രാഫ്സ് കൃത്യമായിട്ട് നോക്കി വെക്കും. നോസിൽ ആൻഡ് ഡിഫ്യൂസർ എഫിഷ്യൻസി അധികം ചോദിച്ചൊന്നും കണ്ടിട്ടില്ല. മേ ബി ഒരു ഡിഫൈനിങ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചുകൂടാന്ന് ഉറപ്പില്ല. ഓക്കെ, മേ ബി ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ചോദിച്ചു കൂടാന്നുള്ള ഒരു ഗ്യാരണ്ടി ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇമ്പോർട്ടൻസ് വെച്ചിട്ട് ആദ്യം പഠിക്കുക. ഒരു മൊഡ്യൂൾ എടുത്ത് വെക്കുമ്പോൾ A to Z ആദ്യം തന്നെ ഒരേ ഫ്ലോ പാറ്റേൺ അല്ലെങ്കിൽ ഒരേ വെയിറ്റേജ് വെച്ച് പഠിക്കാതിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലംസ് എല്ലാം ചെയ്ത് നോക്കുക. ഓക്കെ, തിയറി പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ആദ്യം പഠിക്കാം. പഠിച്ചതിന് ശേഷം അത് ഉറപ്പിച്ചതിന് ശേഷം ബാക്കിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കൂടെ നോക്കുക. കാരണം അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ സ്കിപ്പായി പോയത്, നോക്കാത്തതുകൊണ്ട് മാത്രം ഇതായി പോയത്. ജസ്റ്റ് നോസിൽ ആൻഡ് ഡിഫ്യൂസർ ഈ ഒരു ജസ്റ്റ് ഫിഗർ എന്താണ്, എങ്ങനെയാണ് വേരിയേഷൻ വരുന്നത്, സിമ്പിൾ ആണ്. ഇനി അഥവാ കൺഫ്യൂഷൻ ഉണ്ടാകുന്നതോടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒന്ന് നോക്കുക. ഓക്കെ, എന്നിട്ടും ഡൗട്ട് മാറുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കണ്ടിട്ടും നിങ്ങൾക്ക് ക്ലാരിഫൈഡ് ആവുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഡയറക്റ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ദെൻ അണ്ടർ എക്സ്പാൻഷൻ ഓവർ എക്സ്പാൻഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അണ്ടർ എക്സ്പാൻഷനും ഓവർ എക്സ്പാൻഷനും ഇത് ഈ ഫിഗറും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസും ജസ്റ്റ് തിയറി വെച്ചിട്ട് അണ്ടർ എക്സ്പാൻഷൻ എന്താ ഓവർ എക്സ്പാൻഷൻ എന്താണ്. ഓക്കെ, ആ വീഡിയോസ് ഒന്നുകൂടെ എടുത്ത് വെച്ച് കാണണേ. അണ്ടർ എക്സ്പാൻഷനും ഓവർ എക്സ്പാൻഷനും എടുത്ത ക്ലാസ്സസ് ഒന്നുകൂടെ എടുത്ത് വെച്ച് കാണുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ് അണ്ടർ എക്സ്പാൻഷനും ഓവർ എക്സ്പാൻഷനും. ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നു, അണ്ടർ എക്സ്പാൻഷനും ഓവർ എക്സ്പാൻഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആൻഡ് സിമിലർ ടു മാസ് ഫ്ലക്സ് ഇൻ ടേംസ് ഓഫ് മാക് നമ്പർ. നിങ്ങൾ സീരീസ് എക്സാംസിൽ എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് സീരീസിന് ഇട്ടത്. മാസ് ഫ്ലക്സ് ഇൻ ടേംസ് ഓഫ് മാക് നമ്പർ. ഓക്കെ, എന്തായാലും പഠിച്ചിരിക്കണം. ഈ ഒരു സെക്ഷനിൽ ഈ ക്വസ്റ്റ്യൻ ഇത് മാക്സിമം കണ്ടീഷൻ ഇതിന്റെ പ്രോബ്ലംസും വരാറുണ്ട്, ഇതിന്റെ ഡെറിവേഷനും വരാറുണ്ട്. ഓക്കെ, ഈ സെക്ഷനിൽ ഈ പ്രോബ്ലംസിനും വരാറുണ്ട്, ദെൻ ഡെറിവേഷൻ ഉണ്ട്. സോ M = 1 എന്നുള്ള മാസ് ഫ്ലക്സ് മാക്സിമം വരുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ മാക്സിമം മാസ് ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, മാക്സിമം മാസ് ഫ്ലക്സ് കണ്ടുപിടിക്കുക എന്നുള്ള തരത്തിലുള്ള പ്രോബ്ലംസ്, അതായത് മാക് നമ്പർ വാല്യൂ 1 വരുന്ന കണ്ടീഷൻ, അതാണ് ഈ ക്രിട്ടിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ ചോക്ഡ് കണ്ടീഷൻ എന്ന് പറയും. ആ കണ്ടീഷനിലുള്ളതാണ് ഇക്വേഷൻ ആണ് ഇത്. ഇത് പരമാവധി ഇക്വേഷൻസ് ഡാറ്റാ ബുക്കിലുണ്ട്, ഈ ഇക്വേഷൻസ് ഒക്കെ ഡാറ്റാ ബുക്കിലുണ്ട്. പക്ഷെ ഡെറിവേഷൻ വരുന്ന സമയത്ത് ഡെറിവേഷൻ ചെയ്തേ പറ്റും. പ്രോബ്ലം വന്നാൽ ഒരു ഹെൽപ്ഫുൾ ആയിട്ട് ഡാറ്റാ ബുക്ക് ഉണ്ട് നിങ്ങൾക്ക്. അതിലൊരുവിധ ക്വസ്റ്റ്യൻ ഒരുവിധ ഇക്വേഷൻസ് ഒക്കെ ഡാറ്റാ ബുക്കിലുണ്ട്. ഡാറ്റാ ബുക്ക് വീട്ടിലിരുന്നൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ, പ്രോബ്ലം വീട്ടിലിരുന്ന് ചെയ്യണമെന്ന് പറയുന്നത് ഡാറ്റാ ബുക്ക് നോക്കി പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ എക്സാം ഹോളിലെത്തിയിട്ട് ഡാറ്റാ ബുക്ക് തപ്പുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. ഏത് ഡാറ്റ എവിടെ നിന്ന് എടുക്കണം, ഏത് ടേബിൾ നോക്കണം, എങ്ങനെ എടുക്കണം, ഏതൊക്കെ ഇക്വേഷൻസ് എവിടെയൊക്കെ ഉണ്ട് ഇതിലെ കാര്യത്തിൽ ഒരു ഐഡിയ ഉണ്ടാവില്ല. ഓക്കെ, ഡാറ്റ ബുക്ക് മസ്റ്റ് ആയിട്ട് നോക്കി വെക്കുക ആദ്യമേ. ക്ലാസ്സിൽ തന്നെ എല്ലാ പ്രോബ്ലംസും ചെയ്തു നോക്കുക. ഇത്രയാണ് മെയിൻലി സെക്കൻഡ് മോഡ്യൂളിൽ വരുന്നത്. ഈ ഏരിയ റേഷ്യോന്റെ പ്രോബ്ലം മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഈ ഗ്രാഫ് ഇൻക്ലൂഡിങ് ഈ ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേരിയേഷൻ ഓഫ് ഏരിയ റേഷ്യോ ഇൻ ടേംസ് ഓഫ് മാക് നമ്പർ മുന്നേ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഏരിയ റേഷ്യോസ് ഇൻ ടേംസ് ഓഫ് മാക് നമ്പർ ഇൻക്ലൂഡിങ് ഈ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഏരിയ റേഷ്യോ നോക്കുക, വൃത്തിയായിട്ട് നോക്കണം. മാസ് ഫ്ലക്സ്, അണ്ടർ എക്സ്പാൻഷൻ ഓവർ എക്സ്പാൻഷൻ, converge flow through converging nozzle, flow through converge and divergent nozzle. Okay, then isentropic flow are related ആയിട്ടുള്ള problems. Then first ഇല്ല ഏരിയയുടെ ഡെറിവേഷൻ. ഇത്രയും കാര്യങ്ങൾ സെക്കൻഡ് മോഡ്യൂളിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. ഓക്കെ, ഏതെങ്കിലും ടോപ്പിക്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ മുന്നേ ക്ലാസ് എടുത്ത വീഡിയോസ് അത് നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് തന്നെയാണ് യൂട്യൂബിൽ ഇടുന്നത്, വീണ്ടും റെഫറൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതൊന്ന് എടുത്ത് വെച്ചൊന്ന് കാണുക.
എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ പഠിക്കുന്ന സമയത്ത് സമയം കളയാതെ പഠിക്കുക എന്ന് എപ്പോഴും പറയാനുള്ളൂ. സമയം കളയാതെ എടുത്ത് വെച്ച് പഠിക്കുക. ഓരോ മൊഡ്യൂളായിട്ട് റിവൈസ് ചെയ്ത് കാരണം എക്സാമിന്റെ സമയത്ത് നിങ്ങൾ പ്രോബ്ലം എടുത്ത് വെച്ച് ചെയ്യാൻ പോയാൽ നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. എല്ലാം കൂടി ഹറിബറിയിൽ നിങ്ങൾ എല്ലാം വിടും. മിക്കവാറും റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. ചിലപ്പം ന്യൂമറിക്കൽസ് വാല്യൂസ് എന്തെങ്കിലും മാറിയതേ ഉള്ളൂ. അതേ മെത്തേഡിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ആ സമയം എക്സാമിന്റെ സമയം പ്രോബ്ലം എടുത്ത് വെച്ച് ചെയ്യാൻ പോയാൽ ഈവൻ ഫെബ്രുവരി ആണെങ്കിൽ പോലും ഫെബ്രുവരിയിലേക്ക് സമയമുണ്ട് വെച്ചാൽ ഡിസംബർ ഓൾമോസ്റ്റ് എൻഡിങ് ആയി. ജാനുവരി സ്പീഡപ്പ് ആയിട്ട് പോകുന്നത്. കോണ്ടാക്ട് ക്ലാസ് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറെ ദിവസം അതിന്റെ പിന്നാലെ ആയിരിക്കും. 10-15 ദിവസം അങ്ങനെ പോകും. കോണ്ടാക്ട് ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ ലാബ് സീരീസ്, തേർഡ് സീരീസ്, പിന്നെ അത് കഴിഞ്ഞ് ലാബ് എക്സാം, അത് കുറെ 10-15 ദിവസം അങ്ങനെ പോകും ജനുവരിയിൽ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 10-12 ദിവസം കിട്ടുക. ആ ദിവസങ്ങളിൽ എല്ലാം കൂടി എടുത്തു വെച്ച് പഠിക്കാൻ പോയാൽ സബ്ജക്റ്റ് ഒരുപാടുണ്ട്. ഇല്ല ഉള്ളതിലാണെങ്കിൽ എല്ലാം കടുകട്ടിയായിട്ട് സബ്ജക്റ്റ് ആണ്. ഐ മീൻ കട്ടി മീൻസ് നോക്കാതെ പോയാൽ ഡിഫിക്കൽട്ടി വരാവുന്ന സബ്ജക്ട്സ് ആണ്. ലൈക്ക് ഒന്ന് CFF, RAC, പിന്നെ രാഹുൽ സാർ എടുക്കുന്ന ഡിസൈൻ. 3 സബ്ജക്റ്റിലും എപ്പോഴും ടഫാണ് നോക്കി വെച്ചിട്ടില്ലെങ്കിൽ. മുൻകൂട്ടി അതുകൊണ്ടാണ് പറയുന്നത് ഉള്ള സമയത്ത് ഫെബ്രുവരി ആണെന്ന് വിചാരിച്ചിട്ട് ഡിലേ ആക്കാൻ നിൽക്കരുത്. ഈ ഉള്ള സമയത്ത് നോക്കി തീർക്കാൻ ശ്രമിക്കാം. ക്ലിയർ അല്ലേ? എന്താടാ ആരൊന്നും അനങ്ങാത്തെ? നാളെ വരെ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. സെക്കൻഡ് മോഡ്യൂളിൽ വരുന്ന കുറച്ച് പ്രോബ്ലംസ് നോക്കാം നമുക്ക് നാളെ പോലെ. ഓക്കെ, ഒന്ന് അറ്റൻഡൻസ് എന്ന് പറഞ്ഞു. അഭിരാം പ്രസന്റ് സാർ. പ്രസന്റ് സാർ. ഓക്കെ. അബിൻ ജോഷി ഇല്ല. ഓക്കെ. ആദർശ് okay. Then Akshay, Alvin Thomas, Amal KP. Present, sir. എടുക്കാൻ തുടങ്ങിയ കുറെ ആൾക്കാർ വരാൻ തുടങ്ങി. അമൽ കെ സന്തോഷ്. അമൽ എം. അനന്തു. പ്രസന്റ് സാർ. അനിലാൽ. Present, sir. ആശ്രയ്. Present, sir. അശ്വിൻ. പ്രസന്റ് സാർ. ഭഗത്. പ്രസന്റ് സാർ. ദിജിൻ. പ്രസന്റ് സാർ. ഫസീദീൻ. പ്രസന്റ് സാർ. ജിജോ. ജിതിൻ. പ്രസന്റ് സാർ. കാർത്തികേയൻ. മൃദുൽ. പ്രസന്റ് സാർ. രാഹുൽ. പ്രസന്റ് സാർ. സൂരജ്. Present, sir. സൗരവ്. Present, sir. ശ്രീരാഗ്. വൈശാഖ്. Present, sir. വൈഷ്ണവ് സി കെ. പ്രസന്റ് സാർ. വൈഷ്ണവ് പി കെ. Present, sir. അസീം. ദിനിൽ. പ്രസന്റ് സാർ. ദിനിൽ നേരത്തെ ഉണ്ടായിരുന്നു എല്ലാ ക്ലാസ്സില്?
നേരത്തെ ഉണ്ടായിരുന്നു സാർ. ഉണ്ടേനോ? നേരത്തെ ഉണ്ടായിരുന്നു സാർ. അറ്റൻഡൻസ് കൊടുക്കാൻ ഞാൻ റീജോയിൻ ചെയ്തു. വിഷ്ണു സാർ. വിഷ്ണു മോഹൻ സാർ. നിഖിൽ സാർ. റോഷിത് സാർ. വിഷ്ണു സാർ. തേജസ് ഇല്ലേ? സാർ പ്രസന്റ് സാർ. ആകാശ് അഭിനവ് സാർ. യോഗൻ സാർ. സച്ചിൻ സാർ. ഓക്കെ. ബാക്കി ക്ലാസ് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഓക്കെ. സെക്കൻഡ് മൊഡ്യൂളിൽ പ്രോബ്ലം ചെയ്യാം. ഒന്ന് ആ ടോപ്പിക്സ് ഒന്നുകൂടെ ഓടിച്ച് നോക്കണേ ഒന്ന് എല്ലാവരും. ഇക്വേഷൻസ് ടേബിളൊക്കെ ഡാറ്റ ടേബിൾ ഇനിയെങ്കിലും ഒന്ന് കളക്ട് ചെയ്യാം. ഓക്കെ വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ ശരി ബൈ.